കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് CPIM വിട്ട് ആന്റണി ജോൺ വരും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കോതമംഗലം MLA ആണ് നിലവിൽ ആന്റണി ജോൺ. കഴിഞ്ഞ തവണ അവിടെ കോതമംഗലത്ത് ആന്റണി ജോൺ വിജയിച്ചത് 6000-ലധികം വോട്ടിനാണ്. അവിടെ ജോസഫ് ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തിയത്. 2016 ആന്റണി ജോൺ പരാജയപ്പെടുത്തിയത് TU കുരുവിള എന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാണ്. എന്നാൽ ആന്റണി ജോണും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ വലിയ തോതിൽ അടുപ്പത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് CPIM ഇനി ആന്റണി ജോണിന് പാർട്ടി ചിഹ്നം അനുവദിക്കുകയോ സീറ്റ് അനുവദിക്കുകയോ ചെയ്യില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ്. കോതമംഗലത്ത് വലിയൊരു പൊട്ടിത്തെറി CPIMൽ ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോതമംഗലം കൂടി പിടിച്ചെടുത്താൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ ശക്തി കേന്ദ്രമായി UDF എല്ലാ രീതിയിലും മേൽക്കൊയ്മ നേടിക്കഴിയും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 25,000-ലേറെ വോട്ടിൻ്റെ ലീഡ് കൃത്യമായി കരസ്ഥമാക്കി മുൻതൂക്കമുള്ള മണ്ഡലം തന്നെയാണ് കോതമംഗലം. അതുകൊണ്ട് തന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചുവരവ് ഒട്ടും സാധ്യമല്ലാത്ത ഒരു സ്ഥലം. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ കൊച്ചിയും വൈപ്പിനുമൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള നെട്ടോട്ടത്തിലാണ്. ഏത് തരംഗം ആഞ്ഞടിച്ചാലും എറണാകുളത്ത് UDFന് തന്നെയാണ് മുൻതൂക്കം. ആ മുൻതൂക്കം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് LDF തരംഗത്തിനിടയിലും വിജയിച്ച് കയറിയത്. അതിൽ 14 സീറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ആ 14 നേടിയെടുത്ത് മധ്യ തിരുവിതാംകൂർ തൂത്തുവാരാനാണ് UDFൻ്റെ പദ്ധതി. കൃത്യമായും CPIMലെ തമ്മിൽ തല്ല് അത് മുതലെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ജോസഫ് ഗ്രൂപ്പിൻ്റെയും തീരുമാനമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരുവനന്തപുരം MLA ആയ ആന്റണി രാജുവും അതുപോലെ തന്നെ കുന്നത്തൂർ MLA ആയ കോവൂർ കുഞ്ഞുമോനും വളരെ വൈകാതെ തന്നെ എത്തിച്ചേരും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ വിപുലീകരിക്കുകയും മാണിയുടെ മകനെതിരെയുള്ള കണക്കുകൾ തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടിയുള്ള പെടാപ്പാടുകൾ രാപ്പകലില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PJ ജോസഫ് വീണ്ടും തൊടുപുഴയിൽ നിന്ന് തന്നെ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. PJ ജോസഫും മോൻസ് ജോസഫും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചാൽ ഒരു ശക്തിക്കും കേരള കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല എന്നും ബ്രാക്കറ്റില്ല കോൺഗ്രസ് ആണോ മാണി കോൺഗ്രസ് ആണോ വലുത് എന്ന് കാലം തെളിയിക്കട്ടെ എന്നുമാണ് ഇപ്പോൾ മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് കോതമംഗലത്ത് നടക്കുന്നത്. കോതമംഗലത്തെ ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് CPIM പ്രവർത്തകർ പാർട്ടിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. MV ഗോവിന്ദനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അവർക്കെതിരെ CPIMലെ അണികൾ തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്.